ഷാജി പാപ്പിനെ പറ്റി ഒറ്റ വേർഡ് പറയാൻ പറഞ്ഞത് മാസും മണ്ടനുമായിട്ടുള്ള ഒരാൾ നമ്മൾ തമാശയ്ക്ക് പറയുന്നത് യൂട്യൂബിൽ കണ്ട ആളുകളെല്ലാം സിനിമാ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ വിജയബാബു അംബാനി ആയാനെ. ഫസ്റ്റ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞ് പിന്നെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആ ചിന്ത വരില്ലല്ലോ. എന്നാൽ ആളുകൾ ചോദിച്ചു തുടങ്ങി, സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ, എന്തുകൊണ്ട് ചിന്തിച്ചുകൂടെ? നമ്മൾ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല. നമുക്ക് എപ്പോഴും ഞാൻ നമ്മുടെയൊക്കെ പ്രായം വെച്ച യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഗ്യാങ്ങിലായിരിക്കും ഇരിക്കുക. നമുക്ക് അവിടെ ഇരുന്ന സമയത്ത് ഞാൻ എന്തോ സംസാരിക്കാൻ വേണ്ടി പോയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്തു. നമുക്കല്ല ആള് ഇങ്ങനെ എന്താ ഞാൻ എടുക്കാം. ഷൂട്ടിങ്ങിനിടയിൽ ഡയലോഗുകൾ മിസ്സായിട്ട് കയ്യിൽ നിന്ന് ഡയലോഗ് എടുത്തിട്ടുണ്ടോ? കള്ള് ഷാപ്പിൽ ഇരുന്നിട്ട് എന്തോ ഒരു സീൻ ഇത് ചെയ്യുന്ന സമയത്ത് കുപ്പി പൊട്ടിപ്പോയി. നമുക്ക് കട്ട് പറയാനൊന്നും പറ്റില്ലല്ലോ. ഷോട്ടിൽ കുപ്പി പൊട്ടി, അതേപോലെ കുപ്പി പൊട്ടിയായിരുന്നു കേട്ടോ. അതിന്റെ പൈസ എന്നാന്ന് ചോദിക്കും. അങ്ങനെ എന്തോ അതാ സ്പോട്ടില്. എന്നാലും എനിക്ക് മനസ്സിലാവുന്നത് നമ്മുടെ അപ്പൂനെ മാത്രം എന്നാ ഈ പിടിച്ചിട്ട് പോകുന്നത്. നേരാ നമ്മളെ ചവിട്ടി കൂട്ടി ഞാൻ ഒരു കുപ്പി പൊട്ടി കേട്ടോ. പൈസ തരാം. അൺറേറ്റഡ് ആക്ടർ ആണ് ജയസൂര്യ എന്നുള്ള രീതിയിൽ. കാരണം ഒരു ക്യാരക്ടറിൽ നിന്നും വേറൊരു ക്യാരക്ടറിലേക്ക് എക്സ്ട്രീം ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്. ഇപ്പോഴാണല്ലോ ഈ ബോഡി ഷെയ്മിങ് അത് ആ വാക്കുകളൊക്കെ. ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താ നിന്നെ കണ്ട എൻ്റെ ചേട്ടനെ പോലെ തോന്നുമല്ലോ. കാരണം ഭയങ്കര തടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാനതിനെ വളരെ വലിയൊരു വാല്യുബിൾ പോയിന്റ് ആയിട്ടാണ് എടുത്തത്. അങ്ങനെയാണ് ഞാൻ തടിയൊക്കെ കുറയ്ക്കാനൊക്കെ ഞാൻ തുടങ്ങിയത്. അപ്പോൾ മൂപ്പർ എപ്പോൾ കണ്ടാലും എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ അത് നമുക്ക് ഗുണകരമായിട്ട് വരും. അതൊന്ന് ശ്രദ്ധിച്ച് ഇതിലേക്കൊരു പാസ്റ്റ് ലൈഫ് ഒരു സെഗ്മെന്റ് ഉണ്ട്. അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ആടാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ള ഫീൽ ഉണ്ടായിരുന്നില്ല. ഞാൻ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ക്ലീറ്റസ് വേറെ രൂപത്തിലും. ബാംഗ്ലൂർ സിറ്റിക്കാരെ നേരെ ബൈപ്പാസ് പിടിച്ചിട്ട് ഹൈദരാബാദ് റോഡ് പിടിച്ചോട്ടാ. ബോംബെ പോരാ തൽപ്പം അറക്കലപ്പ് വേറെ രൂപത്തിൽ. ഈ ആട്ടുംകാട്ടം തിന്നോ ഷാജേട്ടാ? ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ വേറെ രൂപത്തിലൊക്കെ അല്ല. വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ടു ദി ഷോ. ദിസ് ഇസ് മീ കാജൽ റിഷാദ്. ഞാനിപ്പോൾ ഇരിക്കുന്ന ഒരു സെറ്റും പരിപാടിയൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ഇന്ന് ആരുടെ ഇൻ്റർവ്യൂ ആണ് എടുക്കാൻ പോകുന്നതെന്നുള്ളത്. നമ്മളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന ആട് 3യുടെ വിശേഷങ്ങളുമായിട്ട് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ജയസൂര്യ. ജയേട്ടാ, വെൽക്കം ടു ദി ഷോ. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്തൊക്കെയാ? ഞാൻ കുറേ നാളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പം ആട് 3 ആണ് ഏറ്റവും പുതിയ വിശേഷം. ഞാൻ ഇന്നലെയാണ് ആക്ച്വലി ആ ജയേട്ടൻ്റെ ഇൻ്റർവ്യൂ ആണെന്നൊക്കെ അറിഞ്ഞത്. അപ്പം ഞാൻ ബേസിക്കലി യൂട്യൂബിൽ കയറിയിട്ട് ജയേട്ടൻ്റെ ഇൻ്റർവ്യൂസ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തു, ഒന്ന് പഠിക്കണമല്ലോ. ശരിക്കും കുറേ നാളുകളായിട്ട് ഇൻ്റർവ്യൂസ് ഒന്നും കൊടുത്തിട്ടില്ല. എവിടെയായിരുന്നു? 4 വർഷം കത്തനാരും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ബിസി ആയിരുന്നു. അതെ, വേറെ പടമൊന്നും ചെയ്തില്ല. കത്തനാരുമായിട്ട് ലോക്കായി പോയി. അപ്പൊ ആട് 3യിലേക്ക് വരികയാണെങ്കിൽ ജയേട്ടന്റെ വേറൊരു മുഖമൊക്കെ നമ്മൾ ഇതിനകത്ത് കാണാൻ പോവാണ്. കാരണം പാസ്റ്റിലേക്കൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ ഒരു ടൈപ്പ് ഓഫ് മൂവിയാണ് നമ്മൾ കേട്ടു. അതിന്റെ വിശേഷങ്ങളൊന്ന് പറയാൻ പറ്റും? അല്ല, അതൊരു ഫസ്റ്റ് നിന്നും സെക്കൻഡ് നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ആടിൻ്റെ ഷൂട്ടിന് വരുമ്പോഴത്തേക്കും എപ്പോഴും ഷാജി പാപ്പൻ്റെ ഒരു മാനസികാവസ്ഥയായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ കാണുമ്പോൾ എനിക്ക് അറക്കൽ അബുവിനെയും ക്ലീറ്റസിനെയും ഒക്കെ കാണാമല്ലോ. പക്ഷേ ഇതിലേക്കൊരു പാസ്റ്റ് ലൈഫ് ഒരു സെഗ്മെന്റ് ഉണ്ട്. അത് ചെയ്യുന്ന സമയത്ത് നമുക്കൊരിക്കലും ആടാണ് ഷൂട്ട് ചെയ്യണമെന്നുള്ള ടു ബി ഫ്രാങ്ക് ഫീൽ ഉണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ എല്ലാവരും ഞാൻ മുഖത്ത് നോക്കുമ്പോഴത്തേക്കും ക്യാപ്റ്റൻ ക്ലീറ്റസ് വേറെ രൂപത്തിലും അറക്കലപ്പ് വേറെ രൂപത്തിൽ, ഞാൻ എന്നെ തന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ വേറെ രൂപത്തിലൊക്കെ അല്ലേ. അപ്പോൾ നമ്മുടെ സെറ്റിലും പറയും ആ ഒരു ആട് 3 ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഫീൽ ഇല്ലല്ലോ. പക്ഷേ കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. കാരണം ഇങ്ങനത്തെ ഒരു രാജാവ് പരിപാടിയൊക്കെ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഹ്യൂമർ കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ അതിനകത്തും നമ്മൾ എന്താ പറയുക, അതിന് പറ്റുന്ന രീതിയിൽ, അതിന് ചേരുന്ന രീതിയിൽ, ക്യാരക്ടർ വിട്ടുപോകാത്ത രീതിയിലുള്ള തമാശകളും കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. ഷാജി പാപ്പൻ എന്ന് പറയുമ്പം നമ്മുടെ സിനിമ വരുവാണെങ്കിൽ ആട് തിയേറ്ററിൽ ഒരു പരാജയമായിരുന്നു. അതിനുശേഷം 2 വന്നു, അത് പ്രേക്ഷകരെ ഏറ്റെടുത്തു. 3യിലേക്ക് വരുമ്പം ഇപ്പം ഈ ഷാജി പാപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഒരു കൾട്ട് ക്യാരക്ടറായി മാറി. അത് ശരിക്കും 3യിലേക്ക് വരുമ്പം ഷാജി പാപ്പൻ എന്ന ഒരു ആൾക്ക് അല്ലെങ്കിൽ ജയേട്ടൻ എന്ന ഒരാൾക്ക് തരുന്ന ഒരു കോൺഫിഡൻസ് എത്രത്തോളം? ഫസ്റ്റ് കഴിഞ്ഞ് സെക്കൻഡ് കഴിഞ്ഞപ്പോഴാണ് ആക്ച്വലി ഫസ്റ്റിൽ നന്നായിരുന്നല്ലോ സിനിമ, നന്നായിട്ട് നമ്മളെല്ലാവരും ചെയ്തിട്ടുണ്ടല്ലോ, എല്ലാവർക്കും കാരണം പരാജയപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ. കാരണം അത്രയേറെ ഫണ്ണും കാര്യങ്ങളും ആ സിനിമയിൽ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഷൂട്ട് ചെയ്യുന്ന സമയത്താണെങ്കിലും ഡബ് ചെയ്യുന്ന സമയത്ത് നമ്മളിത് കാണുന്ന സമയത്തൊക്കെ നമ്മൾ ഭയങ്കരമായിട്ട് ചിരിച്ചതാണ്. പക്ഷേ ജനങ്ങൾക്ക് എന്തോ അത് കണക്റ്റ് ആയില്ല. എന്തെങ്കിലും റീസൺ ഉണ്ടാവും കേട്ടോ അതിന്.
പക്ഷെ അതിൻ്റെ റീൽസ് പോലെയും ചെറിയ സ്നിപ്പറ്റ്സ് പോലെയൊക്കെ വന്നു കഴിഞ്ഞ സമയത്ത് ആളുകൾ ഭയങ്കരമായിട്ട് സ്വീകരിച്ചു എന്നുള്ള സാധനം നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തമാശയ്ക്ക് പറയും യൂട്യൂബിൽ കണ്ട ആളുകൾ വല്ല സിനിമാ തിയേറ്ററിൽ കണ്ടിരുന്നെങ്കിൽ എന്താ പറയുക വിജയബാബു അംബാനിയായ, കാരണം അതിന് മാത്രം ആളുകൾ കണ്ടിട്ടുണ്ടേ. പക്ഷേ അതെന്തോ വർക്കൗട്ട് ആയിട്ടില്ല. എന്നാൽ ആളുകൾ ചോദിച്ചു തുടങ്ങി സെക്കൻഡ് പാർട്ട് നിങ്ങൾക്ക് ചെയ്തുകൂടെ, എന്തുകൊണ്ട് ചിന്തിച്ചുകൂടെ. നമ്മൾ ആക്ച്വലി ചിന്തിച്ചിട്ടില്ല, അത് ഇല്ല. ജനങ്ങൾ തന്ന ചിന്തയാണ് നിങ്ങൾക്ക് സെക്കൻഡ് പാർട്ടിന്. കാരണം ഫസ്റ്റ് ഫ്ലോപ്പ് ആയി കഴിഞ്ഞാൽ പിന്നെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആ ചിന്ത വരില്ലല്ലോ. പക്ഷെ ജനങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞപ്പോഴാണ്, ജനങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ആ തോട്ട് നമുക്ക് വന്നു തുടങ്ങിയത്. എന്നാൽ പിന്നെ നമുക്ക് സെക്കൻഡ് പാർട്ട് ചിന്തിച്ചൂടെ എന്നുള്ളത്. അങ്ങനെയാണ് സെക്കൻഡ് പാർട്ടിലേക്ക് എത്തുന്നത്. സെക്കൻഡ് പാർട്ട് ഭയങ്കര രസമായിട്ട് വന്നു. അപ്പോഴാണ് സെക്കൻഡ് പാർട്ടും കൂടി കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നേരത്തെ ചോദിച്ച കോൺഫിഡൻസ് തോന്നിയത് ആ സമയത്താണ്. പിന്നെ 3ലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് എക്സൈറ്റ്മെൻറ്റാണ്. ദൈവമേ ആട് 3 വരുന്നു. ഞാനും പാപ്പൻ്റെ വലിയ ഫാനാണ്. ചില കഥാപാത്രങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എപ്പോഴും നമുക്ക് അയാൾ നമ്മളെ ഹോണ്ട് ചെയ്യണമെന്നൊന്നുമില്ല. ചില കഥാപാത്രങ്ങളെക്കുറിച്ചാണ് അയാളിപ്പോൾ എന്ത് ചെയ്യുമായിരിക്കും എന്നുള്ള ചിന്ത വരിക. പാപ്പനും ഗ്യാങ്ങൊക്കെ വരുന്ന ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ, പ്രത്യേകിച്ച് ക്രിസ്മസ് ഒക്കെ വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ, അല്ലെങ്കിൽ ചില ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ആലോചിക്കും അയാളിപ്പോൾ എവിടെ എന്ത് ചെയ്യായിരിക്കും എന്നുള്ള ചിന്ത വരാറുണ്ട്. അത് ആ കഥാപാത്രം ഭയങ്കര റൂട്ടഡ് ആയതുകൊണ്ടും എനിക്ക് തോന്നുന്നു ഓണത്തിനൊക്കെ ഇപ്പോഴും പോകുന്ന പാട്ടുകൾ ആ വടംവലിയുടെ സോങ് ആണ്, ഈവൻ അതിൻ്റെ കോമ്പറ്റീഷൻ ആണെങ്കിൽ. അപ്പോൾ അങ്ങനെ എൻ്റെ മനസ്സിൽ ഭയങ്കര ചെയ്യണം എന്ന ആഗ്രഹം തോന്നിയ കഥാപാത്രം തന്നെയാണ് സെക്കൻഡ് കഴിഞ്ഞപ്പോൾ കേട്ടോ. ഫസ്റ്റിലെ ഫണ്ണും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെയാണ് സെക്കൻഡിലേക്ക് വന്നതും. സെക്കൻഡാണ് ശരിക്കും ഒരു കോൺഫിഡൻസ് തന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു എക്സൈറ്റ്മെന്റ് 3ലേക്ക് വരുമ്പോൾ എക്സൈറ്റ്മെന്റ് ഉണ്ട്. ശരിക്കും ഇങ്ങനെ ഒരു സ്റ്റോറി 3യുടെ ശരിക്കും 2-ൽ തരും. ഇതൊരു 1 ലാസ്റ്റ് റൈഡ് എന്നാണ് പറയുന്നത്. ശരിക്കും 3ലേക്ക് ഇങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് വന്നപ്പോൾ എന്തായിരുന്നു ആദ്യം തോന്നിയത്? ഇങ്ങനെ ഒരു സ്റ്റോറി ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ അടുത്ത് പറയും, ഇവിടെ എന്തെങ്കിലും ആലോചിക്കടാ, നമുക്ക് എല്ലാവരും കൂടി ഇരിക്കടാ എന്നൊക്കെ ചോദിക്കും. കാരണം ഒരു 3 ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെന്റ് ഉള്ളതുകൊണ്ട്, ആട് വീണ്ടും ചെയ്യാനുള്ളൊരു എക്സൈറ്റ്മെന്റ്. പക്ഷെ നല്ലൊരു പരിപാടി വരണ്ടേ. കഴിഞ്ഞ 9 വർഷമായിട്ട് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ, പക്ഷെ നല്ലൊരു സാധനം ഒത്തു വരാത്തതുകൊണ്ടാണ്. പക്ഷെ ഇതിനകത്ത് വളരെ എന്താ പറയുക, ഒരു നല്ലൊരു രസമുള്ളൊരു കഥയുണ്ട്. അതാണല്ലോ ആദ്യം വേണ്ടത്. കഥാപാത്രങ്ങൾ ഓൾറെഡി ഉണ്ടല്ലോ, നല്ലൊരു കഥ വേണ്ടേ, ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ കഥ വേണ്ടേ. അപ്പം അങ്ങനെ ഒരു കഥയെ നമ്മൾ ലാൻഡ് ചെയ്തു. കഥയിൽ അങ്ങനെയാണ് വീണ്ടും 3ലേക്ക് നമ്മൾ എത്തുന്നത്. നോക്കാം ബാക്കിയൊക്കെ. മൊത്തത്തിലൊന്നും റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് അല്ല, റിവീൽ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓഫ്കോഴ്സ് പാപ്പൻ്റെ ഇതെന്താണ് 1ഉം 2ഉം ഒക്കെ ഒന്നിൻ്റെ പുറകെ ഉള്ളൊരു ഹണ്ടാണല്ലോ. എന്ന് പറഞ്ഞാൽ ഒരു ട്രഷർ ഹണ്ട് എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം ഇതിലുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്തിൻ്റെ പുറകെയാണെന്നുള്ള രസമുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ത്രെഡ് അതിലുണ്ട്. അതായിരിക്കും ജനങ്ങളെ ഒരു ഹുക്കിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, നമ്മുടെ ക്യാരക്ടേഴ്സിന്റെ കൂടെ ഉള്ള ഒരാൾ തന്നെയായിരുന്നു ചേട്ടൻ്റെ ബാക്കി കിടക്കുന്ന ഒരു വണ്ടി. ഇതുമായിട്ടുള്ള ഒരു ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഒരു ഓർമ്മ പറയാൻ പറഞ്ഞ എന്ത് പറയും? അല്ല, പാപ്പൻ്റെ പ്രോപ്പർട്ടീസും പാപ്പനുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ആളുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. ഇപ്പോൾ ചില സിനിമകളിൽ ഇപ്പോൾ 2255 എന്ന് പറയുന്നത് നമ്മുടെ വർഷങ്ങളായിട്ട് നമ്മുടെ മനസ്സിലുള്ളൊരു ഫോൺ നമ്പറാണ്. ഇപ്പോൾ ഈ കഥാപാത്രത്തിനെ അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇയാളുടെ ഗ്യാങ്ങുകളും ഇയാളുടെ വണ്ടിയും ഇയാളുടെ വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ ഇത് പാപ്പൻ എന്ന് പറയുമ്പോഴത്തേക്കും ഇതും കൂടി വരുമ്പോഴാണ് അതിൻ്റെ ഒരു പൂർണ്ണത വരിക. എത്ര ഇപ്പോൾ 3ലേക്ക് വന്നു, ഇപ്പോൾ നമുക്ക് സ്വാതന്ത്ര്യം കുറച്ചും കൂടി ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയാണെന്ന് അറിഞ്ഞുകൊണ്ട് അന്ന് വണ്ടി മാറ്റിക്കളയാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ അത് റിലേറ്റ് ചെയ്യില്ല. അയാളുടെ ദാരിദ്ര്യവും കാര്യങ്ങളൊക്കെ തന്നെയാണല്ലോ ജനങ്ങൾക്ക് ഇഷ്ടം. അപ്പോൾ ഇയാൾ ഈ റൂട്ടിൽ നിൽക്കുന്നുണ്ട്, ഇയാൾ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും അല്ല. അതിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ പാപ്പനില്ല. അപ്പോൾ ആ ഒരു തിരിച്ചറിവോടുകൂടി തന്നെയാണ് ഈ സിനിമ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഇയാളുടെ കാരണം ഇതിനൊക്കെ എത്ര ഇഷ്ടപ്പെടുന്നു എന്നുള്ള കാര്യം, ചില ഷൂട്ടിന് പോകുമ്പോൾ ഈ വണ്ടിയും കൊണ്ട് പോവേ, അപ്പോൾ വണ്ടി വന്ന് ആളുകൾ ഫോട്ടോ എടുക്കുക, വണ്ടിയുടെ അകത്ത് കയറിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെ. ഇപ്പോൾ ഒരു കോളേജിൻ്റെ എന്തൊരു ഫംഗ്ഷന് ഞാൻ ഉണ്ടായിരുന്നില്ല, ഇന്ദ്രൻ ചേട്ടൻ എന്തോ പോയ സമയത്ത് വണ്ടി എന്തോ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. കുറേ കുട്ടികൾ ഇതിൻ്റെ അകത്ത് നിന്ന് കയറി ഫോട്ടോ എടുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അവർക്കെന്തോ അവരുടെ ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ള, അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ഒരാളെന്നുള്ള നിലയിലാണല്ലോ പാപ്പനെ കാണുന്നത്. എന്ന് പറഞ്ഞ പോലെ പാപ്പൻ്റെ ഫ്രണ്ട്സിനെയും പാപ്പൻ്റെ വണ്ടിയൊക്കെ അവർക്ക് വേണ്ടപ്പെട്ട അത് തന്നെയാണ്. ഇപ്പം ചേട്ടൻ ഏകദേശം ഒരു 25 ഇയേഴ്സ് ഒക്കെ ആവുന്നു സിനിമയിലേക്ക് വന്നിട്ട്. ഇപ്പം ചേട്ടൻ ചെയ്തതിൽ വെച്ചിട്ട് ചേട്ടന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ ചേട്ടൻ ചെയ്തത് ഏതാ? എല്ലാം ഇഷ്ടപ്പെടാതെ ചെയ്യാൻ പറ്റില്ല കാജൽ, ഇഷ്ടപ്പെട്ടത് തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇനിയും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് തോന്നുന്ന, എനിക്കെപ്പോഴും ഞാൻ ഏത് ഇൻ്റർവ്യൂവിലാണെങ്കിലും എപ്പോൾ ചോദിച്ചാലും പറയുന്നത് ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് എല്ലാം. ഇപ്പോൾ ഓഫ് കോഴ്സ് എനിക്ക് പാപ്പൻ, എനിക്ക് കത്തനാർ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. വെള്ളം മുരളി അങ്ങനെയാണ്, സുധി വാത്മീകത്തിൽ അയാൾ അങ്ങനെയാണ്, അങ്കൂർ റാവുത്തർ അങ്ങനെയാണ്, ക്യാപ്റ്റനിലെ ക്യാരക്ടർ അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ദൈവാനുഗ്രഹിച്ച് അങ്ങനെ കുറച്ച് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാനുള്ള ഒരു ഭാഗ്യമുണ്ട്. ബ്യൂട്ടിഫുള്ള ക്യാരക്ടർ അത് ഫേവറേറ്റാണ്. പക്ഷേ
മറ്റൊന്നും ടോട്ടലി ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ വേറൊരു ജെൻഡർ അല്ലേ. അത് ഇനി എനിക്ക് ചെയ്യാൻ പറ്റുമോ, ഇനി ചെയ്ത് കഴിഞ്ഞാൽ എനിക്കറിയില്ല. അതുകൊണ്ട് അതെൻ്റെ ഞാനൊരു ഫസ്റ്റായിട്ട് കാണുന്നത് ഒരു പക്ഷേ ഞാനതായിരുന്നു. ഒരു ജിസ് ജോയ് സാറിന്റെ ഒരു ചെറിയൊരു കട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ജിസ് ജോയ് സാർ ശരി. അൺറേറ്റഡ് ആക്ടർ ആണ് ജയസൂര്യ എന്നുള്ള രീതിയിൽ. കാരണം ഒരു ക്യാരക്ടറിൽ നിന്നും വേറൊരു ക്യാരക്ടറിലേക്ക് എക്സ്ട്രീം ചേഞ്ച് ആണ് കൊണ്ടുവരുന്നത്. അതെല്ലാം ക്യാരക്ടേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനെ ചൂസ് ചെയ്തെടുക്കുന്നതാണോ? അല്ല, എനിക്കങ്ങനെ ചൂസ് ചെയ്തെടുക്കുന്നതല്ലല്ലോ. ഒന്ന് നമുക്ക് നമ്മളിലേക്ക് വരുന്നതല്ലേ കഥാപാത്രങ്ങൾ. നമുക്ക് വരുന്നതിൽ നിന്ന് നമുക്ക് ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്കിത് ഒരു കഥ കേൾക്കുന്ന സമയത്ത് ഇത് കൊള്ളാം, ഇതെനിക്ക് ചെയ്യാൻ പറ്റും. കാരണം നമ്മളിൽ നിന്ന് ഒരുപാട് മാറിയിട്ടുള്ള കഥാപാത്രങ്ങൾ ചെയ്യാനാണ് എനിക്ക് ആക്ച്വലി താല്പര്യം. അപ്പോഴാണല്ലോ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുക. അപ്പം അങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ചലഞ്ചിങ് ആയിട്ട് തോന്നുന്നത് ചെയ്യാനാണ് ആഗ്രഹം. ഓക്കെ. അപ്പം ജയേട്ടൻ്റെ കോസ്റ്റ്യൂമിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കുറേയധികം ഭയങ്കര ട്രെൻഡായിട്ട് ചില ഡ്രസ്സുകൾ ജയേട്ടൻ കൊണ്ടുവരാറുണ്ട്. ഇതിന് പിന്നിൽ വൈഫാണോ? അതെ, കംപ്ലീറ്റ്ലി. എൻ്റെ എല്ലാ സിനിമകളിലും കുറേ വർഷങ്ങളായിട്ട് എൻ്റെ സിനിമകളിലെല്ലാം എൻ്റെ കോസ്റ്റ്യൂംസ് ചെയ്യുന്നത് സരിത തന്നെയാണ്. ആട് 1 ഇതുപോലെ തന്നെ അത് ട്രെൻഡാവും നമുക്കറിയില്ല. ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി ചെയ്യാം എന്നുള്ള ലെവലിലാണ് ചെയ്തത്. ഒരു ബ്ലാക്കും റെഡും കോമ്പിനേഷൻ ഒരു പരിപാടി ചെയ്തു. സെക്കൻഡിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ മുണ്ട് ബ്ലാക്ക് തിരിച്ച് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റെഡ് ആവുന്നതും അല്ലെങ്കിൽ റെഡ് തിരിച്ച് അത് അങ്ങനത്തെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള. അപ്പോൾ ആളുകൾ അത് സ്വീകരിച്ചു എന്ന് കാണുമ്പോഴത്തേക്കും ഓക്കെ, തേർഡിൽ എന്ത് ചെയ്യാം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അപ്പോൾ ഇതിലും ആട് 3 വരുമ്പോഴും സരിത വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 2 ടൈപ്പ് എന്താ പറയുക, ഫ്രണ്ടിൽ റെഡ് ആണെങ്കിൽ കംപ്ലീറ്റ് എല്ലാത്തിനും ബാക്കിൽ ബ്ലാക്ക് ആണ്. അത് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. കോസ്റ്റ്യൂമിലാണെന്നുണ്ടെങ്കിലും ഈ റെഡ് ഇതാണ് എന്നുണ്ടെങ്കിൽ റെഡ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര പണിയാണ് ഓരോന്നും കട്ട് ചെയ്ത് ചേർക്കുക എന്ന് പറയുന്നത് മുണ്ടിൽ. അപ്പോൾ അത് അതെ അത് സരിത തന്നെ. ഞാൻ 1-2 ഫോട്ടോസ് കാണിച്ചു തരാം ചേട്ടനെ. ജസ്റ്റ് ആ ഒരു ഫോട്ടോ കാണുമ്പോൾ ചേട്ടന് വരുന്ന ഒരു എന്താ പറയാ ഒരു ഓർമ്മ, ഒരു മൊമെന്റ് എന്താണെന്ന് പറയണേ. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഒരു സെഗ്മെന്റ്. കൊള്ളാം. മമ്മൂക്കായിട്ട് അത് അമ്മയുടെ അമ്മ അസോസിയേഷൻ്റെ ഫംഗ്ഷൻ സമയത്ത് നമുക്ക് എപ്പോഴും ഞാൻ നമ്മുടെയൊക്കെ പ്രായം വെച്ച യങ്സ്റ്റേഴ്സിൻ്റെ കൂടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ ഗ്യാങ്ങിലായിരിക്കും ഇരിക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഇരുന്ന സമയത്ത് ഞാൻ എന്തോ സംസാരിക്കാൻ വേണ്ടി പോയിരുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിങ്ങനെ ഫോട്ടോ ഇങ്ങനെ എടുത്തു. മമ്മൂക്കല്ല ആള് ഇങ്ങനെ എന്താ ഞാൻ എടുക്കാം എടുത്ത ഫോട്ടോ ഞാൻ. അത് ഭയങ്കര രസമാണ്. ഇവരുടെയൊക്കെ കൂടി ഇരുന്ന് സംസാരിക്കുമ്പോൾ തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് കിട്ടും. നമുക്കൊക്കെ ഒരു കാര്യം പറയുന്നത് ഇപ്പോഴാണല്ലോ ഈ ബോഡി ഷെയ്മിങ് ആ വാക്കുകളൊക്കെ. നമുക്കൊക്കെ കാണുന്ന സമയത്ത് എന്നെ കുറേ വർഷങ്ങൾ ഞാൻ ആദ്യമായിട്ട് മമ്മൂക്കനെ കാണുമ്പോൾ തന്നെ നമുക്ക് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്താ നിന്നെ കണ്ട എൻ്റെ ചേട്ടനെ പോലെ തോന്നുമല്ലോ അതെന്ന് ചോദിച്ചു. കാരണം ഭയങ്കര തടിയൊക്കെ ഉണ്ടായിരുന്നു ആ സമയത്ത്. ഞാനതിനെ വളരെ വലിയൊരു വാല്യുബിൾ പോയിൻ്റായിട്ടാണ് എടുത്തത്, തിരിച്ചറിവായിട്ടാണ് ഞാൻ എടുത്തത്. അങ്ങനെയാണ് ഞാൻ തടിയൊക്കെ കുറയ്ക്കാനൊക്കെ ഞാൻ തുടങ്ങിയത്. അപ്പോൾ ഇതെങ്ങനെ സ്വീകരിക്കുന്നു എന്നനുസരിച്ചുള്ളതാണ് കേട്ടോ ആ ഒരു കാര്യമൊക്കെ. അപ്പോൾ മൂപ്പർ എപ്പോൾ കണ്ടാലും എന്തെങ്കിലുമൊക്കെ പറയും, പക്ഷെ അത് നമുക്ക് ഗുണകരമായിട്ട് വരും അതൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഓക്കെ. ഇപ്പോൾ ചേട്ടൻ ഭയങ്കര ഫിറ്റ് ആയിട്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഇതിൽ ഭയങ്കര ചെയ്തേക്കുന്ന അപ്പോത്തിക്കരിയിലാണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് ബോഡി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ അത് ഓരോ കഥാപാത്രങ്ങൾ പറയുന്ന സമയത്ത് നമ്മുടെ മനസ്സിലൊരു രൂപം വരുമല്ലോ, അതിങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും അങ്ങനെ വരും. അത് എക്സ്പീരിയൻസ് കൊണ്ട് വരുന്നൊരു സാധനമാണ്. അപ്പോൾ അതിനനുസരിച്ച് ചിലപ്പോൾ ലുക്കും, അപ്പോൾ അതിൻ്റെ ബോഡി അതൊരു തടി കുറഞ്ഞാൽ കൊള്ളാം, രോഗി ഇങ്ങനെയൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോമഡി ആയിപ്പോകും. പക്ഷെ അങ്ങനെയും നമ്മൾ വിശ്വസിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഫോർ ഫ്രണ്ട്സ് എന്ന് പറയുന്ന പടത്തിൽ ക്യാൻസർ പേഷ്യൻ്റാണ്, പക്ഷെ ഇങ്ങനെ ഇരിക്കും. അത് പക്ഷേ ചില കഥാപാത്രങ്ങൾ വരുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഭയങ്കരമായിട്ട് കുറയ്ക്കണം കൂട്ടണം എന്നൊക്കെ തോന്നും. അയ്യോ ഇത് എപ്പോഴാണ് ഇത് വെള്ളം സമയത്ത് കേട്ടോ. വെള്ളത്തിൻ്റെ ഷൂട്ടിങ്ങിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തോ ആക്ച്വലി മക്കൾക്ക് ഫാമിലിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി എടുത്തത് പടം. പിന്നെ ഞാനത് എടുത്തു. ഇതിലിട്ടത് എവിടെ നിന്ന് ഒപ്പിച്ചു? ഇതൊക്കെ എവിടെ നിന്നാ? ഇത് ഇൻസ്റ്റയിലുണ്ട് ആണോ? ഓ ശരി. ആദിയുടെ അവൻ കളർഫുൾ ഹാൻഡ്സ് അത് അവൻ എടുത്തൊരു ഷോർട്ട് ഫിലിമാണ്. അത് എന്താ പറയുക, അതൊരു ഭയങ്കര രസമുള്ള മെസ്സേജുള്ളൊരു ഷോർട്ട് ഫിലിം. അവൻ ഫിലിം മേക്കിംഗ് അത് തന്നെയാണ് പുള്ളിയുടെ ആഗ്രഹം. ഡയറക്ഷൻ ഞാൻ പറഞ്ഞോടാ അഭിനയത്തിലേക്ക് ഞാൻ ഇല്ല പരിപാടി എന്ന് പറയും. പക്ഷെ എൻ്റെ എല്ലാ ചെറുപ്പമായിട്ട് അവൻ അഭിനയിച്ചിട്ടില്ല. സൂസുവിലും ക്യാപ്റ്റനിലും മേരിക്കുട്ടിയിലൊക്കെ നന്നായിട്ട് അഭിനയിക്കുവാൻ. പക്ഷെ പുള്ളിക്ക് ഡയറക്ഷനോടാണ് താല്പര്യം. പിന്നെ ക്യാമറ എഡിറ്റിംഗ് പുള്ളിക്ക് പടം പരിപാടിയാണ്. ഷാജി പാപ്പൻ ഒപ്പ് അതെൻ്റെ വീട്ടിൽ ആരെയോ ഒരു സൈനാണ്. അത് എനിക്ക് ആരുടെയാണെന്ന് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ഇടും
അങ്ങനെ അപ്പം ഞാൻ പറയണം ഇതിനെ ഈ ഒപ്പിടാൻ വേണ്ടി പോകുമ്പോൾ ഇങ്ങനൊരു ഒപ്പിടാടാ. അപ്പോൾ അയാൾ ചോദിക്കുന്നത് ഇതെന്നാ മലയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടല്ലോ. ആ ഒപ്പാണ്, ഷാജി പാപ്പൻ്റെ ഒപ്പാണ്. പഴയ കാരണവന്മാരിടും ഇങ്ങനത്തെ ഒപ്പുകൾ. ചെറുതാക്കി ഇടും. അല്ല, ഇങ്ങനത്തെ കുറേ ടീമുകളുണ്ട് ഇങ്ങനെ ഇടുന്നത്. കാരണം അവർ സിമ്പിളല്ലേ. പണ്ട് ചിലപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എങ്ങനെ സൈനിട്ട് പഠിക്കുക അതൊന്നും അറിയില്ലല്ലോ. നമ്മൾ തന്നെ സൈനിട്ട് പഠിച്ചിട്ടല്ലോ ഇതിലേക്ക് വരുന്നത്. ചിലപ്പോൾ അന്നൊന്നും അത്രയ്ക്ക് അതിന് പ്രാധാന്യം ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ട് കിട്ടുന്നത് ഇടുക. അപ്പം അങ്ങനത്തെ ഒരു ഇത് എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് കുംഭമേളയുടെ? എക്സ്പീരിയൻസ് അതവിടെ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഓക്കെ, നമുക്ക് തിരിച്ച് സിനിമയിലേക്ക് വരാം. ഓക്കെ, ആട് 3 നമ്മൾ 2 കണ്ടു അജു വർഗീസ് ലാസ്റ്റ് വരുന്നതായിട്ട്. ആട് 3 അജു വർഗീസ് ഉണ്ടോ? ഈശ്വര, ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഞാൻ പറയാം. അതുണ്ടല്ലോ, ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന എല്ലാ കഥാപാത്രങ്ങളും ഇതിനകത്തുണ്ടാവും. അതെ അതെ, അതെങ്ങനെയാണ് ഏതാണെന്നുള്ളത് സിനിമ കാണുമ്പോഴത്തേക്കല്ലേ. നമ്മൾ ആട് എന്ന് പറഞ്ഞെങ്കിലും ഇതിനകത്ത് ശരിക്കുമുള്ള ആടിന്റെ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചില്ല. ശരിക്കും ആടിന് ഇതിനകത്ത് ജയേട്ടനേക്കാളും കൂടുതൽ എന്താ പറയാ ഇതായിരുന്നു. കാരണം കാരവൻ ഉൾപ്പെടെ ആടിന് കൊടുത്തു എന്നൊക്കെയുള്ള ഒരു കിംവദന്തികളൊക്കെ പുറത്ത് കേൾക്കുന്നുണ്ട്. ശരിയാണോ? അതെനിക്കറിയില്ല കേട്ടോ. ആടിന്റെ ഒരു പ്രസൻസ് എപ്പോഴും സിനിമയിൽ ഉണ്ടാവും, ഇതിനകത്തുണ്ട്. അത് പല രീതിയിലായിരിക്കും എന്ന് മാത്രം. ചിലപ്പോൾ ആടുകളെ കാണിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല. ചിലപ്പോൾ അതിന്റെ എലമെന്റ്സ് ഒക്കെ അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. എൻ്റെ ഒരു പ്രസൻസ് എപ്പോഴും ഉണ്ടാവും ആട്. ഇത് പാസ്റ്റിലേക്കും എങ്ങനെ ഞാൻ പറയാ, അതേ പറഞ്ഞു, പാസ്റ്റിലാണെങ്കിലും എലമെന്റ്സ് ഒക്കെ കാണും അവിടെ ഒക്കെ ആയിട്ട്. സൂക്ഷിച്ച് നോക്കണം എന്ന് മാത്രം, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം. ഷൂട്ടിങ്ങിനിടയിൽ ഡയലോഗുകൾ മിസ്സായിട്ട് കയ്യിൽ നിന്ന് ഡയലോഗ് എടുത്തിട്ടുണ്ടോ? ഉണ്ട്. മിസ്സായിട്ടല്ല, അല്ലാതെ ചിലപ്പോൾ വരും. മിസ്സായി കഴിയുമ്പോഴത്തേക്കും കട്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ആട് ഫസ്റ്റിൽ തന്നെ ഉണ്ട്. ആട് ഫസ്റ്റിൽ ഇങ്ങനെ നമ്മൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും കള്ള് ഷാപ്പിൽ ഇരുന്നിട്ട് എന്തോ ഒരു സീനാണ്. അതിപ്പോഴും ഉണ്ട് സിനിമയിൽ, യൂട്യൂബിലും ഉണ്ട്. അപ്പോൾ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ സമയത്ത് ഇത് ചെയ്യുന്ന സമയത്ത് കുപ്പി പൊട്ടിപ്പോയി. നമുക്ക് കട്ട് പറയാനൊന്നും പറ്റില്ലല്ലോ, ഷോട്ടിൽ കുപ്പി പൊട്ടി. അതേപോലെ കുപ്പി പൊട്ടിയായിരുന്നു കേട്ടോ, അതിൻ്റെ പൈസ എന്നാന്ന് എഴുതിക്കും. അങ്ങനെ എന്തോ അതാ സ്പോട്ടിൽ അവൻ കട്ട് പറഞ്ഞില്ല, അതുകൊണ്ട് നമ്മൾ ഇട്ടു. അപ്പം അങ്ങനെ എപ്പോഴും സംഭവിക്കാറുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോൾ പെൺകുട്ടികളുടെയൊക്കെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി കാട്ടിക്കൂട്ടിയ ഏറ്റവും വലിയൊരു വിഡ്ഢിത്തമല്ലല്ലോ. നമുക്കത് പിന്നീട് ആലോചിക്കുമ്പോഴല്ലോ വിഡ്ഢിത്തമായിട്ട് തോന്നണേ. പണ്ട് വിഡ്ഢിത്തമൊന്നുമല്ല. അപ്പം എന്തെങ്കിലും മിമിക്രി കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. എപ്പോഴും പണ്ട് ക്ലാസ്സിലിരിക്കുമ്പോൾ എപ്പോഴും കൗണ്ടർ പറയുക എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഒരു സ്വഭാവത്തിൻ്റെ ഭാഗം കൂടി ആയതുകൊണ്ട് അതുണ്ടായിരുന്നു. മറ്റുള്ളവരെ പണ്ട് മുതലേ അതെ കേട്ടോ, മറ്റുള്ളവരെ ചിരിപ്പിക്കുക, സന്തോഷിപ്പിക്കുക, അത് തന്നെയായിരുന്നു. അതാണല്ലോ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഇന്റർവ്യൂ കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ പറ്റി പറയാൻ പോകുന്നത് കുറ്റോ? എന്തിനാ അങ്ങനെ കുറ്റം പറയണ? നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ഇന്റർവ്യൂ ആണ്. ഷാജി പാപ്പിനെ പറ്റി ഒറ്റ വേർഡ് പറയാൻ പറഞ്ഞ എന്ത് പറയും? കഥാപാത്രമായിട്ട് പറയുകയാണെങ്കിൽ മാസും മണ്ടനുമായിട്ടുള്ള ഒരാള്. പക്ഷേ എന്താ പറയുക, വളരെ ഒരു രസികൻ അല്ലേ? ഓക്കെ, ആട് 3 ലാസ്റ്റ് ഫൈനൽ ക്വസ്റ്റ്യൻ. ആട് 3നെ പറ്റിയിട്ട് ജയേട്ടന് പ്രേക്ഷകരോട് പറയാനുള്ളത്? ഞാനും പ്രേക്ഷകരെങ്ങനെയാണാവോ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ഞാനും കാത്തിരിക്കുന്ന സിനിമയാണ്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും മാർച്ച് 19-ാം തീയതി തിയേറ്ററിലേക്ക് ഞങ്ങൾ എല്ലാവരും ഉണ്ടാവും. കാരണം വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ്. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ് ടീം ആട് 3. താങ്ക് യു സോ മച്ച്. 15 വർഷത്തെ വിശ്വാസം. ഇനി വിദേശ വിദ്യാഭ്യാസം വിശ്വസ്തരിലൂടെ. നീതൂസ് സ്റ്റഡി അബ്രോഡ്.